ഗായ്സ് ഇന്ന് തിരുവോണ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൂക്കളൊക്കെ ഇട്ടു. പക്ഷെ ഒന്ന് ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ കുറച്ചും കൂടെ വിഭവങ്ങളൊക്കെ ഒരുക്കുകയൊക്കെ വേണ്ടേ. പിന്നെ കുട്ടികളെ വെച്ചിട്ട് കുറച്ച് തിരക്കായിരുന്നു, അവരെ കുളിപ്പിക്കലും റെഡിയാക്കലൊക്കെ. അതുകൊണ്ടാട്ടോ അതൊന്നും ഇടാതിരുന്നത്. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ വെച്ച് കഴിഞ്ഞു. സദ്യയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വിളമ്പാണ് കേട്ടോ. കുഞ്ഞൂസ് എന്തോ നേരത്തെ ഉറങ്ങി. ഇന്നലെ ഉത്രാടത്തിന് നമുക്ക് ആ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ ഒരു ബഹളം ഉണ്ടാക്കായിരുന്നില്ലേ. അപ്പോൾ നേരെ കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അവൻ എന്തായാലും ഇലയിൽ ചോറുണ്ടില്ല. അപ്പോൾ അവൻ ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾ വിളിക്കാൻ നിന്നില്ല. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ വിചാരിച്ചു. എന്തായാലും അവന് വാരി കൊടുക്കുക തന്നെ വേണം. ഇലയിൽ അവൻ വാരി കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ ശരി, അത് വേണ്ടെന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളമ്പാൻ തുടങ്ങിയിട്ടോ. അത്യാവശ്യം വേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ, അവിയൽ, മസാലക്കറി, പിന്നെ കൂട്ടുകറി, ഓലൻ, പിന്നെന്താ അച്ചാർ, ഇഞ്ചപ്പുളി, ഉപ്പേരി എന്തായിരുന്നു, ക്യാരറ്റും ബീൻസൊക്കെ കൂടെ ഉപ്പേരി, പിന്നെ പപ്പടം, പഴം പുഴുങ്ങിയത്, പിന്നെ കായ വറുത്തതും, മറ്റേ എന്താ ശർക്കര വരട്ടി, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ പായസം ഉണ്ടായിരുന്നു. ഒരു പായസം ഞങ്ങൾ വെച്ചു, സേമിയ. പിന്നെ പരിപ്പും അമ്പലത്തിലെ കുത്തരീൻ്റെ പായസം അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ 3 പായസമായിട്ട് അതിൽ. ഇതായിരുന്നു ഞങ്ങളുടെ സദ്യ, ഓണസദ്യ. അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കഴിക്കേണ്ടായത്. അപ്പോൾ ഞാൻ വരുന്നത് വെയിറ്റ് ചെയ്യണം കേട്ടോ അവർ. ഞാൻ ഇരിക്കാൻ പോയപ്പോഴാണ് അയ്യോ വെള്ളവും പായസമൊന്നും വെച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചു. കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പായസം കുടിക്കും, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിളമ്പാതിരുന്നു കേട്ടോ. വെറുതെ പാത്രത്തിൽ വിളമ്പിയിട്ട് അതും കൂടെ കഴുകണ്ടേ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മാത്രമുള്ളത് കൊണ്ടുവന്ന് വെച്ചേ. പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ അവർ കഴിച്ച് കഴിയുള്ളൂ, അതുകൊണ്ടാട്ടോ. പിന്നെ ഏട്ടൻ എന്ത് വാരി തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ലൊരു ദിവസം അവർ വാരി തരുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു സ്നേഹം കൂടുതലല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കി ആളെനിക്കത് വാരി തന്നു. അങ്ങനെയല്ല കേട്ടോ, ആൾ എനിക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താടി വാരി തരാത്തത്, നിനക്ക് സ്നേഹമില്ലേ പറഞ്ഞിട്ട് എന്നെ കഴുത്ത് പിടിച്ചതാണ് കേട്ടോ. അപ്പം എന്നാൽ ഞാൻ വാരി തരാൻ പറഞ്ഞിട്ട് എല്ലാ കഷ്ണവും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് വാരി കൊടുത്തേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വാരി തന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ, റയറായിട്ടല്ലേ വാരി തരുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ആളെപ്പോഴും എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഞങ്ങൾക്കൊക്കെ വാരി തരേ. പക്ഷെ ഞാനാണ് കേട്ടോ മടിച്ച്. എനിക്ക് ആർക്കും എൻ്റേത് കൊടുക്കണതും ഇഷ്ടമല്ല, എന്താ പറയുക, ആര് വാരി തരുന്നതും എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് കിട്ടിയ ഭക്ഷണം മിണ്ടാതെ സമാധാനത്തിൽ ഒരു ഭാഗത്ത് ഒതുങ്ങി പോയിരുന്ന് കഴിക്കണം, എന്നാലേ വയറ് നിറഞ്ഞു തോന്നുള്ളൂ. ഇഷ്ടമല്ലാണ്ടല്ല അവർ വാരി തരുന്നത്, പക്ഷെ എന്തോ ഞാൻ എൻ്റെ കാര്യം നോക്കി കഴിക്കും. പക്ഷെ ആളങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ വയറ് നിറഞ്ഞ ആളുടെ വയറ് നിറയും, അങ്ങനെ ഒരു ഇതാണേ. പിന്നെ കുട്ടികൾക്ക് കഴിച്ച് കഴിഞ്ഞിട്ടില്ല, അവരവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോഴേക്കും കുഞ്ഞൂസ് എണീറ്റു. ഞങ്ങളെ കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ കുഞ്ഞൂസിൻ്റെ ഉറക്ക ക്ഷീണം മാറുന്നവരെ അവന് ടി വി ഒക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ ഓണം മൂഡ് പാട്ടിൻ്റെ ഡാൻസ് കണ്ടപ്പോൾ അവൻ നിന്ന് ചാടുകയാണേ. അപ്പോൾ അവനൊരു എനർജി ആയിക്കോട്ടെ പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ഞാൻ സ്റ്റെപ്സ് കളിച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ അവൻ നിന്ന് തുള്ളുണ്ടായിരുന്നു കേട്ടോ. അവന് ഈ പാട്ട് അതുപോലെ മോണിക്ക പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾ ഉറക്കത്തുനിന്ന് വേഗം എണീറ്റോളും, നല്ല ഉഷാറായിക്കോളും. പിന്നെ ഞങ്ങളിങ്ങനെ വീഡിയോസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാൻ കേട്ടോ. അവനിപ്പോൾ വേറെ ഒന്നും കാണുന്നില്ല, എൻ്റെ വീഡിയോസ് ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ, അതൊരു സമാധാനം. വീഡിയോസ് കണ്ടോ കണ്ടില്ലേ, എൻ്റെ മകൻ ഇരുന്ന് കാണുന്നുണ്ട്, അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, അവർ പഠിക്കുന്നുണ്ട് കേട്ടോ. അതെന്നെ നമുക്ക് സന്തോഷമല്ലേ. വേഗം പോയി റെഡി ആയിട്ട് വന്നേ. ഓണത്തിന് നമുക്ക് ഫോട്ടോസ് എടുക്കണ്ടേ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ ആ ഫോട്ടോസും വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അല്ലാതെ കാണുകയാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നും കൂടെ വീഡിയോസൊക്കെ കാണാനുണ്ടാവണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ തിരുവോണം. ടാറ്റാ ബൈ ബൈ, സീ യു.